ഞാൻ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ആശുപത്രി കിടന്നേ. അതിനവൻ എനിക്ക് തരാമെന്ന് പറഞ്ഞതൊന്നും തന്നില്ലെന്നതോ പോട്ടെ, എന്നെ പോലീസിനെ കൂടി പിടിപ്പിക്കാനും നോക്കിയ ഞാനിത് എവിടെ പോയി പറയും സാറേ? സുശീലയെ പോലീസിന് ഒറ്റിക്കൊടുത്തത് ഗോകുലൊന്നുമല്ല. നാളെ സിയെ അവനെയും വിളിപ്പിച്ചിട്ടുണ്ട്. അവനെയും പോലീസ് ചോദ്യം ചെയ്യും. നിങ്ങളൊക്കെ കയ്യിൽ കാശുള്ളവരാ സാറേ. പോലീസിന്റെ കണ്ണി പൊടിയിട്ട് നിങ്ങളൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോവും. അവസാനം ഒരു തെറ്റും ചെയ്യാത്ത പാവപ്പെട്ട ഞാനായിരിക്കും തൂങ്ങാൻ പോകുന്നത്. സുശീല ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലേ ആരും സുശീലയെ തൂക്കിക്കൊല്ലാൻ പോകുന്നില്ല. പക്ഷെ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ സാറേ, നിങ്ങളുടെ മകൻ എന്നെ കൊണ്ട് ചെയ്യിച്ച കാര്യം. അവൻ പറഞ്ഞിട്ട് ഞാൻ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ചെന്നുള്ളത് സത്യമാണ്. ഒരു കാര്യം ചെയ്യ്, ആ സത്യം നീ പോലീസിനോട് തുറന്നു പറ. അല്ലാതെ ഇവിടെ വന്ന് ഇതൊക്കെ വിളിച്ചു പോയിട്ട് എന്താ കാര്യം? ഞാൻ പോലീസിന് മൊഴി കൊടുത്ത ഗോകുൽ കുടുങ്ങില്ലേ സാറേ? അത് സാറിന് മോശമല്ലേ? എനിക്കൊരു മോശവും ഇല്ല. തെറ്റ് ചെയ്തവൻ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നുള്ള പക്ഷക്കാരനാ ഞാൻ. എന്നിട്ടാണോ സാറിന്റെ മോനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അവൻ നാളെ സ്റ്റേഷനിൽ ഹാജരാവുന്ന എന്താ ഉറപ്പ്? ഞാനാ ഉറപ്പ്. ഗോകുലിന് നാളെ സ്റ്റേഷനിൽ ഹാജരാക്കുമെന്ന് ഞാനാ സിഐക്ക് വാക്ക് കൊടുത്തത്. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഒരു കാര്യം ചെയ്യ്, സുശീല ഇപ്പൊ പോവാൻ നോക്ക്. ഗോകുലിന് സുശീലയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ നാളെ സ്റ്റേഷനിൽ വെച്ച് കാണാം. അല്ല സാറേ, വാതിലടച്ചേക്ക് സാവിത്രി. സാറേ, സച്ചി സാറേ, ഞാനൊന്ന് സാവിത്രി, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വേണ്ട, ഓഹോ, എന്റെ മുഖത്തിട്ട് വാതിലടയ്ക്കാൻ മാത്രം വളർന്നു അല്ലേ? ശരി, നോക്കാം. ജീവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടാൻ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അതാ ഞാൻ ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്ത്. അതിന്ന് അനന്തമാഷിന്റെ പേര് മൂക്ക് ഒഴിവാക്കാമായിരുന്നു. അച്ഛന്റെ പേരിൽ ഞാൻ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. ഗോകുലും ദാസങ്ങളും സുശീലാന്റെയും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അച്ഛനറിയാം. അതാ ഞാൻ പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന. എല്ലാം അറിഞ്ഞിട്ടും അച്ഛനൊന്നും അറിയാത്ത പോലെ പെരുമാറുക. അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. എനിക്ക് വേണ്ടി അച്ഛൻ ആരോടെങ്കിലും ഒരു വാക്കെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കണമെന്നില്ലല്ലോ മോളെ. അനന്തമാഷിന്റെ അവസ്ഥ എന്താണെന്നോ അദ്ദേഹത്തിന്റെ മനസ്സിലെന്താണെന്നോ നമുക്കറിയില്ലല്ലോ. ഇനി എല്ലാം അറിയാൻ കഴിയും. ഈ കേസിൽ സത്യം കണ്ടെത്തി എല്ലാം അറിയിക്കാന്ന് CI സാർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. സത്യം എന്തായാലും പുറത്തു വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അപ്പ അറിയാലോ. എല്ലാം എത്രയും പെട്ടെന്ന് വെളിച്ചത്ത് വരണം തന്നെ ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിൽ അനന്തമാഷിന് എന്തെങ്കിലും ഒരു പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മോളുടെ അച്ഛൻ തെറ്റുകാരില്ലെന്ന് ഉറപ്പായ മോൾ അച്ഛൻ്റെ കൂടെ പോണം. അവൻ എന്താ സച്ചേട്ട വരാൻ ഇത്ര വൈകുന്നേ? നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം. സമയം അതിന് മാത്രമൊന്നും ആയില്ലോ സാവിത്രി. നിനക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ പോയി കിടന്നുറങ്ങ്. എന്റെ ഉറക്കം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോഴാ ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറയുന്നത്. ഞാൻ പിന്നെ എന്തോ നിന്നോട് പറയണ്ടേ? നിന്റെ മോനുണ്ടാക്കിയ തലവേദന കൊണ്ട് തന്നെയാ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. 4-5 തവണ വിളിച്ചു, എടുത്തില്ല. ഇനി ഞാൻ വിളിക്കണോ അവനെ? ഈശ്വര, അവൻ വന്നു തോന്നുന്നു. നിങ്ങളുടെ ദേഷ്യം ഇനി അവനോട് കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. നാളെ അവനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകണ്ടല്ലേ? ആ, അച്ഛൻ എന്നെ വിളിച്ചിരുന്നല്ലേ? ഞാനിങ്ങോട്ട് വന്നോണ്ടിരിക്കുകയായിരുന്നു. അതാ പിന്നെ ഞാൻ ഫോൺ എടുക്കായിരുന്നു. അത് പോട്ടെ. നാളത്തെ കാര്യം എങ്ങനെ? പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി എടുത്തു കഴിയുമ്പോൾ
അവര് നിന്നെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ? സ്റ്റേഷനിലേക്കുള്ള സോഴ്സ് ഉപയോഗിച്ച് ഞാനൊന്ന് അന്വേഷിച്ചു. മഞ്ചാടി കാര്യമായ എന്തൊക്കെയോ തെളിവുകൾ സിഐക്ക് കൈമാറിയിട്ടുണ്ടെന്ന് അറിഞ്ഞേ. അനന്തം മാഷും പ്രതിയായേക്കുന്നൊരു സൂചനയുണ്ട്. ഈശ്വര, അനന്തം മാഷ് പ്രതിയാവുന്നോ? ഇതൊന്നും ഇതുവരെ സച്ചേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? നീ വക്കീലും മജിസ്ട്രേറ്റും ഒന്നും അല്ലല്ലോ ഇവരെ രക്ഷിക്കാൻ. എടാ, കാര്യങ്ങൾ നീ പറഞ്ഞിടത്തൊന്നും നിൽക്കില്ല ഗോകുലേ. അതുകൊണ്ട് നീ ഇനിയെങ്കിലും എന്നോട് സത്യം പറ. ജീവൻ രാജന് എന്താ സംഭവിച്ചെന്ന് നിനക്കറിയാം. എടാ മോനെ, എന്തൊക്കെയാടാ ഈ കേൾക്കുന്നെ? ആ പയ്യനെ കാണാതായതിന് പിന്നില് നീയാണോടാ? എടാ, ഞങ്ങളുടെ മുമ്പിൽ നിനക്ക് മിണ്ടാതിരിക്കാം. പക്ഷെ നാളെ പോലീസ് തെളിവ് സഹിതം ചോദിച്ചാ നിനക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് അവസാനമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാ, നിനക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് തുറന്നു പറഞ്ഞോ. നമുക്ക് പോയി നല്ലൊരു അഡ്വക്കറ്റിനെ കാണാം. എടാ, നിനക്ക് തെറ്റ് പറ്റിയാലും നിന്നെ രക്ഷിക്കേണ്ട കടമ നിന്റെ അച്ഛനായ എനിക്കുണ്ട്. ഞാനത് ചെയ്യാനും തയ്യാറാ. നാളെ സ്റ്റേഷനിൽ ഹാജരാകും മുമ്പ് നമുക്കൊരു മുൻകൂർ ജാമ്യം എടുക്കാം. അങ്ങനെയെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ പറ്റത്തില്ല. അതൊക്കെ എനിക്കറിയാച്ച. പക്ഷേ ഞാൻ നാളെ സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ പോയില്ലെങ്കിൽ പകരം അനന്തം മാഷ് മൊഴി കൊടുക്കും. അദ്ദേഹം മൊഴി കൊടുത്താൽ ഞാൻ മാത്രമായിരിക്കില്ല പ്രതിയാകുന്നത്, അദ്ദേഹം കൂടിയായിരിക്കും. എടാ എടാ, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? ജീവൻ രാജനെ കാണാതായതിന് പിന്നിൽ നിനക്കും അനന്തം മാഷിനും പങ്കുണ്ടോ? അതെ, രണ്ടു പേരുടെ പങ്ക് രണ്ട് തരത്തിലായിരുന്നു എന്ന് മാത്രം. മാഷിന്റെ ഇളയ മകൾ ഇത്ര ചെറുപ്പത്തിലെ യോഗ്യതയില്ലാത്തൊരുത്തനെ